ഇതാണ് ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. ആലിയ ഭട്ടിന്റെ ഒരു റിവ്യൂ വന്ന ഒരു ടൈം ഉണ്ടായത്. അത് ഭയങ്കര അടിപൊളിയാണ്. കാരണം ഇത് രണ്ടും ഒരേ കൺസിസ്റ്റൻസിയാണ്. ഇപ്പൊ എന്തുണ്ടെങ്കിലും പെട്ടെന്ന് എന്റെ മുഖത്തെ റിസൾട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഒരുപാട് ആക്നെ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിന് ഭയങ്കര വൈറലായ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ആ സമയത്ത് നൈസിനമൈഡ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് ഡോക്ടർ ആര്യ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ പ്രൊഡക്ട്സ് ഈയിടെയായിട്ട് വാങ്ങിയിട്ടുണ്ടെന്ന്. സോ അതെല്ലാം ഇതിനകത്തുണ്ട്. ഓൾറെഡി ഞാൻ തുറന്ന് നോക്കി എടുത്തതാണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ എക്സ്പയറി ഡേറ്റ് വെരിഫൈ ചെയ്യുന്ന ആളാണ്. സോ പ്രൊഡക്റ്റ് വന്ന ഉടനെ ഞാൻ ഇതൊക്കെ നോക്കും. നമ്മുടെ മിന്ത്രയുടെ സാധനം അവർ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് പറയാമെന്ന് പറഞ്ഞില്ലേ, അത് അവർ വന്ന് എടുത്തിട്ട് പോയിട്ടുണ്ട്. 2-3 തവണ പറഞ്ഞ് ആണ് കൊണ്ടുപോയത്. പക്ഷെ കൊണ്ടുപോയി റീഫണ്ട് കിട്ടി. സോ കുഴപ്പമില്ല. പിന്നെ ഇത് ഫ്ലിപ്പിൽ നിന്നും അതുപോലെ തന്നെ ഫോക്സിൽ നിന്ന് നൈക്കയിൽ നിന്നും ഒക്കെ ഞാൻ പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. മിന്ത്രയിൽ നിന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിപ്പോൾ എല്ലാം ഷഫിളായിരിക്കുവാണ്. ഞാനിപ്പോൾ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് വാങ്ങിയെന്ന് കാണിച്ചു തരാം. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ പല പ്രൊഡക്ട്സും ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഒരുപാട് റിവ്യൂസ് കേട്ടിട്ട് വാങ്ങുന്ന ഒരു സംഭവമാണ്. സോ ഒരു 1 month ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ഇതിൻ്റെ റിവ്യൂ ഒട്ടും സ്പോൺസർ ചെയ്യാതെ ജെനുവിൻ ആയിട്ടുള്ള റെസ്പോൺസ് പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതെന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ ഇതൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ പല പ്രൊഡക്ട്സും റെഗുലറായിട്ട് യൂസ് ചെയ്യില്ല. ഞാൻ പറഞ്ഞില്ല, സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഞാൻ വാങ്ങിയാലും റെഗുലറായിട്ട് യൂസ് ചെയ്യില്ല. അപ്പോൾ സ്കിപ്പ് ചെയ്തേ യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. അപ്പം കറക്റ്റ് റിസൾട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്ത് ഒരു തെളിവിന് വേണ്ടിയിട്ട് വെക്കുന്നത്. എന്നിട്ട് 1 month കഴിഞ്ഞതിന് ശേഷം ഞാനിത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ആദ്യം ഞാൻ ഇത് ഫ്ലിപ്പിലെ ബോക്സ് ആണെന്നേ ഉള്ളൂ. പക്ഷേ ഫ്ലിപ്പിൽ നിന്ന് തന്നെയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എല്ലായിടത്തും ഇങ്ങനെ മാറ്റിയും തിരിച്ചൊക്കെ വെച്ചു. ഇതെന്ന് പറയുന്നത് ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക് ആണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങുന്നതാണ്. സംഭവം കോംഫി മാറ്റ് ലിപ് കളർ വിത്ത് ഹൈലറോണിക് ആസിഡ്. ഇത് ഒരു റെഡ് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക് ആണ്. ഇത് ഞാൻ അത്യാവശ്യം റിവ്യൂ കേട്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിവ്യൂ കേട്ടിട്ട് വാങ്ങുന്നതാണ്. സോ കാണിച്ചു തരാം. ലിപ്സ്റ്റിക്ക് ഞാൻ പൊതുവേ കുറേ യൂസ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കയ്യിൽ കളക്ഷൻസ് ഉള്ള ലിപ്സ്റ്റിക്കിനാണ്. വേറെ ഒന്നും ഞാൻ വാങ്ങിയ ലിപ്സ്റ്റിക്ക് വാങ്ങും. ഇതാണ് ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. സോ ഇത് വന്നിട്ട് ലോക്കി ചാം, ഇതാണ് അതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്ന ലോക്കി ചാം ആണ്. സോ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ വീഡിയോ ഇട്ടുതരാം. അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എല്ലാം ഭയങ്കര ഒരു മെസ്സി ടൈപ്പാണ്. സോ ഇത് ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസൈറ്റിൻ്റെ കൺസീലർ പാലറ്റ് ആണ്. സോ ഇതൊരു കളർ കറക്റ്ററാണ്. നമുക്ക് ആദ്യം ഓറഞ്ച് ഷെയ്ഡ് ഇടാം, പിന്നെ നമ്മുടെ ഷെയ്ഡ്, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ബ്രൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡ്. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാൻ വീണ്ടും വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. വളരെ റേറ്റ് കുറവാണ്. ഒരു 200 സംതിങ് ഒക്കെ കാണത്തുള്ളൂ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. റേറ്റും ലിങ്കും ഞാൻ കൊടുത്തേക്കാം. സോ ഇത് ഇത്രയാണ് ഇതിന്ന് ഉള്ളത്. ഇത് നമുക്ക് അടുത്തത് നോക്കാം. സോ ഇത് ഡെർമാക്കോയുടെ നൈസിനമൈഡ് സെറമാണ്. സോ ഇതിന് നൈസിനമൈഡ് ഉണ്ട്, സിങ്ക്, PCA. ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാനാണ് അവർ പറയുന്നത്. ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു നൈസിനമൈഡ്. പിന്നെ അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് പോയതാണ്. ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ നൈസിനമൈഡിന് അന്ന് എത്രയും പെർഫോമൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ആലിയ ഭട്ടിൻ്റെ ഒരു റിവ്യൂ വന്നൊരു ടൈം ഉണ്ടായിരുന്നു. നൈസിനമൈഡിന് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഭയങ്കരമായിട്ട് വൈറലായ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ആ സമയത്ത് നൈസിനമൈഡ്. ഇതും ഞാൻ റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ യൂസ് ചെയ്യുന്നതൊന്നും ഇല്ലേന്ന്. ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവമാണ്. ആക്ച്വലി ഞാൻ പൊളിച്ചു. ഇതിൻ്റെ സെറ്റാഫിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് സെറ്റാഫിൽ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും സെറ്റാഫിൽ ഭയങ്കര മൈൽഡാണ് ക്ലെൻസർ. സോ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും. നമുക്ക് ഒരുപാട് ആക്നെ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സെറ്റാഫിൽ. സോ ഇത് വന്നിട്ട് നോർമൽ ടു ഡ്രൈ സെൻസിറ്റീവ് സ്കിന്നിന് പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് സെറ്റാഫിൽ. സെറ്റാഫിലിന് പറ്റിയൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ട് കേട്ടോ, ക്ലിൻഷുവർ എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ സെപ്പറേറ്റ് ഇതിൻ്റെ രണ്ടിനെയും കമ്പയർ ചെയ്തൊരു വീഡിയോ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ അത് ഭയങ്കര അടിപൊളിയാണ്. കാരണം ഇത് രണ്ടും ഒരേ കൺസിസ്റ്റൻസിയാണ്, ഒരേപോലത്തെ തന്നെ ഫീച്ചേഴ്സാണ്. പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളാണുള്ളത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. കാരണം സെറ്റാഫിൽ നമ്മളിപ്പോൾ വാങ്ങുമ്പോൾ, ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ ചില സമയങ്ങളിൽ മാത്രം നമുക്ക് ഓഫർ പ്രൈസിന് അത്രയും റേറ്റിനൊക്കെ കുറച്ച് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു 429 ആണ് ഇതിൻ്റെ MRP വരുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുകയാണെങ്കിലും 429 ആണ് കൊടുക്കുക. സോ ക്ലിൻഷുവർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ്. അത് ഞാൻ കാണിച്ചു തരാം. അടുത്തത് ഡെർമാക്കോന്റെ കോജിക് ആസിഡിന്റെ ഫേസറാണ്. 2% കോജിക് ആസിഡ്. ഇതിനകത്ത് തന്നെ നൈസിനമൈഡ്, ആൽഫ ആബുട്ടിൻ അതൊക്കെ ഉണ്ട്. സോ ഇതും ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാനാണ് പറയുന്നത്. സോ ഏതെങ്കിലും ഇപ്പം
ഇതൊന്ന് നൈസിനാമൈഡ് നമ്മൾ മോർണിംഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ കോജിക് ആസിഡ് നൈറ്റ് അങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ പ്രോപ്പറായിട്ട് ഇതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ ചെയ്യാം. ഇത് വന്നിട്ട് ഫോക്സ്റ്റെയിലിൻ്റെ ആണ്. ഫോക്സ്റ്റെയിലിൻ്റെ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ. ഇത് നല്ലൊരു മേക്കപ്പ് റിമൂവർ ആയിട്ടും ഡീപ്പ് ക്ലെൻസിങ്ങിനും യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇത് പേഴ്സണൽ റിവ്യൂ കിട്ടിയിട്ട് വാങ്ങിയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പ്രത്യേകമായി പറഞ്ഞ് അങ്ങനെ വാങ്ങിയൊരു സംഭവമാണിത്. ഫോക്സ്റ്റെയിൽ ഇത് അത്യാവശ്യം നല്ലതായിരിക്കും തോന്നുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ വരുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എന്താ പറയുക, വളരെ കുറച്ച് എമൗണ്ട് മാത്രം അല്ലെങ്കിൽ കുറച്ച് പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശീലിക്കുന്ന ആളാണ്. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തുണ്ടെങ്കിലും പെട്ടെന്ന് എൻ്റെ മുഖത്തെ റിസൾട്ട് അറിയാൻ പറ്റും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് മേക്കപ്പ് സ്പ്രേ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട് സെറ്റിംഗ് സ്പ്രേ. ഇത് ഞാൻ എന്നാ വാങ്ങിക്കുന്ന 3 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 4 വർഷം മുമ്പായിരിക്കും ഞാൻ ഫസ്റ്റ് ടൈം ഇത് വാങ്ങുന്നത്. ഇതും ഡേറ്റ് കഴിഞ്ഞ് ഞാൻ മാറ്റി പുതിയതായിട്ട് വാങ്ങുന്നതാണ്. സ്വിസ് ബ്യൂട്ടിയുടെ. ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലുള്ള ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മേക്കപ്പ് ഫിക്സറാണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ, എത്ര രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയെന്നുള്ളത് കറക്റ്റായിട്ട് ഫോണിൽ നോക്കിയിട്ട്. ഓഫർ സെയിലിൽ വാങ്ങിയതാണ്, അപ്പോൾ എത്രയായി എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ കൊടുത്തേക്കാം. സോ ഇത് പ്ലമ്മിൻ്റെ ബോഡി മിസ്റ്റ് ആണ്. ഹവാലിയൻ റംബ എന്നാണ് ഇതിൻ്റെ ഒരു. ഇത് 100 ml ആയിട്ടുള്ള ബോട്ടിലാണ്. ഇതും ഞാൻ റിവ്യൂ കണ്ടിട്ട് വാങ്ങിയതാണ്. ഇതും ഞാൻ യൂസ് ചെയ്ത് നോക്കണം. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിങ്ങനെ സോ ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല ബോഡി മിസ്റ്റ് ആണ്, നല്ല സ്മെല്ലാണ്. സോ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുമോ എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. ഒരു സ്വീറ്റ് സ്മെല്ലാണ്, സ്വീറ്റിൻ്റെ സ്മെല്ലാണ്. അതുപോലെ അടച്ചു വയ്ക്കും. എനിക്കിതൊക്കെ എനിക്ക് തുറക്കാനും അങ്ങനെ ഒരു 2-3 ദിവസത്തേക്ക് നമുക്ക് ഒരു പുതിയ സാധനം വാങ്ങുമ്പം കാണുമല്ലോ, ആ ഒരു സാധനമൊക്കെയാണ് എനിക്കുള്ളത്. ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാണ് കേട്ടോ. ഇത് ഏതിൽ നിന്നാണ് കിട്ടിയത്, നൈക്കേന്നാണോ ഫോക്സിന്നാണോ ഓർമ്മയില്ല. ഫ്രീ ആയിട്ട് കിട്ടിയൊരു ഹൈലറോണിക് സൺസ്ക്രീൻ കോമ്പാക്റ്റ് ആണ്. ഇതിനകത്ത് സെറമൈഡ് ഉണ്ട്, ഹൈലറോണിക് ആസിഡ്, UV ബ്രോഡ് സ്പെക്ട്രം ഒക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത്. സോ ഈ കോമ്പാക്റ്റും ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. സൺസ്ക്രീൻ കോമ്പാക്റ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇനി അടുത്ത ഫോക്സിക്കകത്ത് ഏതെങ്കിലും ഉണ്ടോ? ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നതാണ്. കോസാറക്സിൻ്റെ അൾട്ടിമേറ്റ് നറിഷിംഗ് റൈസ് ഓവർനൈറ്റ് സ്പാ മാസ്ക്. സോ ഇത് 68.9% റൈസ് എക്സ്ട്രാക്ട് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് കൊറിയൻ ബ്രാൻഡിൻ്റെ ആണ്. സോ ഇതും ഞാൻ യൂസ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും. ഇതും അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് വന്നിട്ട് മാസിൻ്റെ ലിപ് ലൈനേഴ്സ് ആണ്. ഇത് ഞാൻ മുമ്പേ വാങ്ങിയിട്ടുള്ളതാണ്. ഇത് ബ്ലഡ് ബാത്തും പിന്നെ ചോക്കോ ഇതായിരുന്നു. ഇത് ബ്ലഡ് ബാത്ത്, ഇത് ചോക്കോ ബട്ടർ. സോ ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മാസിൻ്റെ ഐ ഷാഡോ പാലറ്റാണ്. ഇതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി ആക്ച്വലി. ഇത് കിട്ടിയോണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ്. ഇതൊക്കെ അത്യാവശ്യം ഞാൻ ഓഫറിന് ഇപ്പോൾ മേടിച്ചതാണ്. ഇത് എത്രയായി എന്നുള്ളത് എല്ലാത്തിൻ്റെയും പ്രൈസ് ഡീറ്റെയിൽ ഞാൻ കൊടുത്തേക്കാം. ഇതിൽ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്ട്സും യൂസ് ചെയ്യാത്ത പ്രോഡക്ട്സും പറഞ്ഞു. ഇനി യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് 1 month ലേറ്റർ പറയുന്നതായിരിക്കും. ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.